രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ചർച്ചകളാണ് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രത്യേകിച്ച് CPM-ൽ ഇപ്പോൾ നടക്കുന്നത്. രാജ്യത്തെ തന്നെ അപൂർവമായ തുടർഭരണം നേടിയ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാൻ CPM ആസൂത്രണം ചെയ്യുന്നത് സമഗ്രമായ തലമുറ മാറ്റവും പുതിയൊരു രാഷ്ട്രീയ സമീപനവുമാണ്. ഈ നീക്കത്തിന്റെ കേന്ദ്രബിന്ദു നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കുമെങ്കിലും അദ്ദേഹത്തിന്റെ പങ്ക് ഇത്തവണ മത്സരാർത്ഥിയുടേതായിരിക്കില്ല എന്നത് ശ്രദ്ധേയമാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ CPM നേതൃത്വത്തിന് വ്യക്തതയുണ്ട്. കഴിഞ്ഞ 2 തവണയും വിജയകരമായി ഇടതുപക്ഷത്തെ അധികാരത്തിൽ എത്തിക്കുകയും തന്റേതായ ഒരു ഭരണശൈലി കേരളത്തിൽ സ്ഥാപിക്കുകയും ചെയ്ത പിണറായി വിജയന്റെ ജനകീയതയും സംഘടനാ പാടവവും തന്നെയാണ് ഇടതുപക്ഷം പ്രധാനമായും ആശ്രയിക്കുന്നത്. എങ്കിലും CPM-നുള്ളിലെ അലിഖിത നിയമങ്ങളും ദേശീയ തലത്തിൽ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകൾക്കും അനുസൃതമായി തുടർച്ചയായി 2 തവണ നിയമസഭയിൽ അംഗമായതിനാൽ പിണറായി വിജയൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെങ്കിലും കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രചാരണ രംഗത്ത് അദ്ദേഹം മുന്നണിക്ക് നേതൃത്വം നൽകും. 2016 മുതൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, കോവിഡ് കാലത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഉയർത്തിക്കാട്ടിയാകും പിണറായിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷം ജനങ്ങളെ സമീപിക്കുക. ഈ തീരുമാനത്തിലൂടെ പിണറായി വിജയൻ പാർട്ടിക്കുള്ളിലെ പരമോന്നത നേതാവ് എന്ന തന്റെ പങ്ക് കൂടുതൽ ശക്തമാക്കുകയും പുതിയ തലമുറയ്ക്ക് നേതൃസ്ഥാനത്തേക്ക് കടന്നുവരാൻ അവസരം നൽകുകയുമാണ് ചെയ്യുന്നത്. 2026 തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയിൽ CPM ലക്ഷ്യമിടുന്നത് വ്യക്തമായ തലമുറ മാറ്റമാണ്. ഇതിനുള്ള ഡ്രസ് റിഹേഴ്സലായിട്ടാണ് സമീപകാലത്ത് നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലെ യുവ സ്ഥാനാർത്ഥികളുടെ പ്രാതിനിധ്യം വിലയിരുത്തപ്പെടുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതിന്റെ ആവശ്യകത പാർട്ടി നേതൃത്വം തിരിച്ചറിയുന്നു. പ്രത്യേകിച്ചും DYFI, വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നിവയിൽ സജീവമായ യുവക്കൾക്ക് കൂടുതൽ അവസരം നൽകാൻ LDF ആലോചിക്കുന്നു. രാഷ്ട്രീയത്തിലും സാമൂഹ്യ രംഗത്തും സജീവമായി ഇടപെടുകയും ജനങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്ന യുവ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കുന്നതിലൂടെ പുതുതലമുറ വോട്ടർമാരെ ആകർഷിക്കാനും ഇടതുപക്ഷത്തിന് കൂടുതൽ ഊർജ്ജസ്വലമായ പ്രതിച്ഛായ നൽകാനും കഴിയും. പുതിയ വെല്ലുവിളികളെ നേരിടാൻ കഴിവുള്ള ഡിജിറ്റൽ യുഗത്തിന്റെ സ്പന്ദനം അറിയുന്ന യുവ സ്ഥാനാർത്ഥികൾക്ക് പ്രാമുഖ്യം നൽകുന്നത് പ്രതിപക്ഷത്തിന് ഒരു വെല്ലുവിളി ഉയർത്താൻ CPM-നെ സഹായിക്കും. അധികാരത്തെ തിരിച്ചെത്തിയാൽ മന്ത്രിസഭയിലും പുതുമുഖങ്ങളെ പ്രതീക്ഷിക്കാം. പരിചയസമ്പന്നരായ മുതിർന്ന നേതാക്കൾക്ക് പുറമെ നിയമസഭയിൽ ഒരു മികവ് തെളിയിക്കുന്ന യുവ MLA-മാർക്ക് മന്ത്രിസ്ഥാനം നൽകി ഭരണത്തിലും തലമുറ മാറ്റം കൊണ്ടുവരാൻ CPM ശ്രമിക്കും. പിണറായി വിജയൻ മത്സരിക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് ആര് എന്ന ചോദ്യം CPM-നുള്ളിലും പൊതുസമൂഹത്തിലും ശക്തമായ ചർച്ചാ വിഷയമാണ്. തലമുറ മാറ്റത്തിന്റെ സൂചനകൾ ശക്തമാകുമ്പോൾ നിലവിൽ പരിഗണനയിലുള്ള പ്രമുഖരിൽ ഒരാളാണ് വ്യവസായ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ P രാജീവ്. സംഘടനാ തലത്തിലും ഭരണതലത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച യുവതലമുറയുമായി ബന്ധമുള്ള സൗമ്യനായ നേതാവാണ് P രാജീവ്. അദ്ദേഹത്തിന്റെ മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. നവകേരള നിർമ്മാണത്തിനായുള്ള CPM-ന്റെ ദീർഘകാല കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായി രാഷ്ട്രീയ ഭരണ പരിചയം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് പാർട്ടിക്കുള്ളിൽ ശക്തമായ പിന്തുണ നേടാനും സാധ്യതയുണ്ട്. ഇതിലുപരി കേരള ചരിത്രത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വന്നാലും അതിശയിക്കാനാകില്ല എന്ന ഒരു സുപ്രധാനമായ ചർച്ചയിൽ CPM-നുള്ളിൽ സജീവമാണ്. 1ാം പിണറായി മന്ത്രിസഭയിൽ അംഗമായിരുന്ന KK ശൈലജയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ള മറ്റൊരു പ്രമുഖ നേതാവ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെയും നിപ പ്രതിരോധത്തിലൂടെയും അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ വ്യക്തിത്വമാണ് KK ശൈലജയുടേത്. പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ ജനപിന്തുണയുള്ള അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം നൽകുന്നത് പാർട്ടിയുടെ പുരോഗമനപരമായ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയും സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കുകയും ചെയ്യും. ഒരു വനിതാ മുഖ്യമന്ത്രിയെ ആദ്യമായി അവതരിപ്പിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രപരമായ നീക്കമായിരിക്കും. പുതിയ തലമുറയെ ഭരണരംഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ അനുഭവ സമ്പത്തും യുവത്വവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ ഉറപ്പാക്കുക എന്നത് CPM-ന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാണ്. കൂടാതെ പിണറായി വിജയന്റെ ശക്തമായ വ്യക്തിഭാവമില്ലാതെ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങൾ എങ്ങനെ ഫലപ്രദമായി ജനങ്ങളിലേക്ക് എത്തിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇടതുപക്ഷത്തിന്റെ വിജയം. CPM ദേശീയ തലത്തിൽ നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളികളും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധികളും പ്രതിപക്ഷം തിരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമാക്കാനും സാധ്യതയുണ്ട്. ഇതിനെ മറികടക്കാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ യുവത്വവും ഭരണപരിചയവും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സമഗ്രമായ സ്ഥാനാർത്ഥി പട്ടികയും 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണ തന്ത്രവുമാണ് ഇടതുപക്ഷം ആസൂത്രണം ചെയ്യുന്നത്. തലമുറ മാറ്റത്തിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ വികസിപ്പിക്കാനും 3ാം തുടർഭരണം എന്ന ചരിത്ര നേട്ടം കൈവരിക്കാനുമാണ് CPM ഒരുങ്ങുന്നത്.